ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവം നേരുന്നു. നാം ഇന്ന് 2 വലിയ ആഘോഷങ്ങളാണ് അനുസ്മരിക്കുന്നത്. ഒന്ന്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സ്വർഗാരോഹണ തിരുനാളും അതോടൊപ്പം തന്നെ അമ്മമാരുടെ തിരുനാളും. ഇന്ന് മദേഴ്സ് ഡേ ആയി ആഘോഷിക്കുമ്പോൾ എല്ലാ അമ്മമാരോടുമുള്ള ഞങ്ങളുടെ ആദരവും സ്നേഹവും ഈ അവസരത്തിൽ എല്ലാവരെയും സാക്ഷി നിർത്തി അറിയിക്കുക. ഏതൊരു കുഞ്ഞും ആദ്യം വിളിച്ച വാക്ക് അമ്മ എന്ന പേര് തന്നെയാണ്. അത് വിളിച്ചതിന് ശേഷമാണ് മറ്റു പദങ്ങളൊക്കെ നമ്മൾ ഉച്ചരിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണം എന്താ? ഈറ്റുനോവിൻ്റെ നൊമ്പരം മക്കളെ അറിയിക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രക്തം അതിങ്ങനെ വെള്ള നിറമാക്കി മക്കൾക്ക് നൽകി ഇങ്ങനെ നമ്മെ വളർത്തി വലുതാക്കിയവരാണ്. അമ്മമാരെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. മക്കളിങ്ങനെ അമ്മയെ തിന്നാണ് ജീവിച്ചത് എന്നുള്ളത്. ഓരോ കുഞ്ഞും വളർന്ന് വലുതായെങ്കിൽ നമ്മളൊക്കെ ഇന്ന് ഇത്രത്തോളം വലിപ്പമുള്ളവരായിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ: അമ്മയെ തിന്ന് ജീവിച്ചവരാ. അമ്മയുടെ രക്തമാണ് സ്നേഹം കൊണ്ട് വെള്ള നിറമായി അമ്മിഞ്ഞ പാലായി നാം സ്വീകരിച്ച് ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമുള്ള കരുത്ത് സ്വന്തമാക്കിയത്. ഈ അമ്മയുടെ കരം പിടിച്ച പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നു ചെന്നതും ഈശോയുടെ തിരുസ്വരൂപം നോക്കിയിട്ട് കുഞ്ഞെ ഇതാണ് ഈശോപ്പ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈശോയെ പരിചയപ്പെടുത്തി തന്നത് ആരാ? അമ്മ തന്നെയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മയെ മാറ്റി നിർത്തി മക്കൾക്ക് ഒരാഘോഷമില്ല. ഇന്ന് മദേഴ്സ് ഡേ ആയി ആഘോഷിക്കുമ്പോൾ നമ്മുടെ അമ്മമാർ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവരുടെ അടുക്കൽ ഈ കുർബാനയ്ക്ക് ശേഷം ചെന്നിട്ട് സ്തുതി കൊടുത്തിട്ട് ആ കരമെടുത്ത് നെറുകൻ തലയിൽ വച്ച് അവരുടെ ആശീർവാദം സ്വീകരിക്കണം. അവർ നമ്മെ കടന്നുപോയവരെങ്കിൽ ഇന്ന് സിമിത്തേരിയിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടി ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയണം, ഇന്നീ മകൾ ഇത്രത്തോളമായിട്ടുണ്ടെങ്കിൽ അമ്മേ, നീ നൽകിയ ത്യാഗവും സമർപ്പണവും പ്രാർത്ഥനയും കണ്ണുനീരൊക്കെയാണ് ഞങ്ങളാക്കിയത് എന്ന്. കാരണം അമ്മയുടെ കരം പിടിച്ച് നടക്കുന്ന മക്കൾ എത്തുന്ന ഇടം പ്രാർത്ഥനയുടെ തിരുസന്നിധിയാണെങ്കിൽ ആ തിരുസന്നിധി മക്കളെ ഉയർത്തുന്ന ഇടമാണ് സ്വർഗം. ഇന്ന് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളായിട്ട് നാം ആഘോഷിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം അറിയണം, അമ്മയുടെ കരം പിടിച്ച് നടന്ന മക്കളൊക്കെ എത്തുന്ന ഇടം അതാണ് സ്വർഗം. കർത്താവിൻ്റെ കാൽവരി യാത്രയിൽ പോലും കുരിശുമായിട്ട് വീണപ്പോൾ കർത്താവിന് ബലം കൊടുത്ത് കൂടെ നടന്നതാരാ? ഈ അമ്മ മേരിയ, മറ്റാരുമല്ല. കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ തൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെന്ന് വിളിച്ച് 3 വർഷം കൂടെ നടത്തിയവർ പോലും അവസാന നിമിഷങ്ങളിൽ ഒരുവൻ ഒറ്റിക്കൊടുത്ത്, ഒരുവൻ തള്ളിപ്പറഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ ഓടിപ്പോയി. ഒരുവൻ ഒഴിച്ച് യോഹന്നാൻ. കാരണം എന്താ? കർത്താവിൻ്റെ ചങ്കിനോട് ചേർന്ന് കിടക്കാൻ അവന് പറ്റിയതുകൊണ്ട് വിട്ടുപോകാൻ അവന് പറ്റിയില്ല. അമ്മ തൻ്റെ ചങ്കിനോട് ചേർത്ത ഈ കുഞ്ഞിനെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് അമ്മയ്ക്ക് ആരൊക്കെ ഈ മകനെ കുറ്റപ്പെടുത്തിയാലും അവഹേളിച്ചാലും അപമാനത്തിൻ്റെ കുരിശും പേറി നടക്കുമ്പോഴും മാറി നിൽക്കാൻ ഈ അമ്മക്ക് പറ്റൂല. കാരണം എന്താ? അത് മകനാ. അതാണ് അമ്മയുടെ സ്നേഹം. ആരൊക്കെ മക്കളെ പഴി പറഞ്ഞാലും മോശം പറഞ്ഞാലും പഴി പറയാതെ
മോശം പറയാതെ ചേർത്ത് പിടിക്കുന്ന ഒരുവളെ ഈ ലോകത്തുള്ളൂ, അതമ്മയാ. അതുകൊണ്ട് കാൽവരിയിലേക്കുള്ള അവൻ്റെ യാത്രയിൽ പോലും അമ്മ മേരി 4 സ്ഥലത്ത് മാത്രമാണ് നാം ധ്യാനിക്കുന്നതെങ്കിലും കുരിശിൻ്റെ വഴിയിൽ 4 സ്ഥലത്ത് മാത്രമല്ലട്ട അമ്മ മേരി ഉള്ളത്. അമ്മ മേരി അറ്റം വരെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. 3-ാം സ്ഥലത്ത് അവൻ വീണപ്പോൾ അവൾ ചെന്നു എന്നുള്ളത് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അവസാനം വരെ ഉണ്ടായിരുന്നു. അത് അമ്മയുടെ സ്നേഹം. മക്കൾ വീഴുമ്പോൾ ഇങ്ങനെ മാറി നിൽക്കാൻ ഒരമ്മക്ക് പറ്റും? ഓടിയെത്തും. എന്നിട്ട് അമ്മ കൊടുത്ത ബലം എന്താ? അവൻ്റെ ചെവിട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മൈ ഡിയർ സൺ, ഐ ആം വിത്ത് യു. ആരും ഇല്ല എന്നോർത്ത് നീ വീണ് പോകരുത്, തളർന്നു പോകരുത്, വീണ് കിടക്കരുത്. അമ്മ കൂടെ ഉണ്ടെന്നേ. ഇതാണ് കർത്താവിൻ്റെ ബലം. ആ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് വളരെ സുന്ദരമാണ്. കുരിശിങ്ങനെ മാറിക്കിടക്കുക, കർത്താവ് ഇങ്ങനെ മാറി വീണ് കിടക്കുക. അപ്പോഴാണ് അമ്മ ചെവിട്ടിൽ ചെന്നിങ്ങനെ പറയണേ, എൻ്റെ കുഞ്ഞേ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടട്ടാ. അമ്മയെ നോക്കിയതിന് ശേഷം പിന്നെ ഈ മകൻ നോക്കുന്നത് മാറിക്കിടക്കുന്ന കുരിശിലേക്കാണ്. എന്നിട്ട് പിന്നെ ആ കുരിശിനെ ചേർത്ത് പിടിക്കുന്നത് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ വാരി പുണരുന്നത് പോലെയാണ്. പിന്നെ ആ കുരിശിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിന്നെ കുരിശിൻ്റെ യാത്ര അറ്റം വരെ അവൻ നടത്തിയത്. കാരണം എന്താ? ഇങ്ങനെ ബലം കൊടുക്കാൻ ഒരമ്മയുണ്ടെങ്കിൽ ഏത് മകനും വീണാലും എഴുന്നേൽക്കും. കരുത്തോടുകൂടെ അവൻ തൻ്റെ ജീവിതയാത്ര തുടരുകയും ചെയ്യും. അത് ഉറപ്പാണ്. അതാണ് അമ്മയുടെ ബലം. ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങളെ കോക്കാച്ചി കാണിച്ച് ആരെങ്കിലുമൊക്കെ പേടിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പള്ളിമുറ്റത്ത് കിടന്ന് കളിക്കണ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഓടിച്ചെന്ന് അമ്മയുടെ ഒക്കത്ത് കയറിയിരിക്കും. എന്നിട്ട് തിരിഞ്ഞൊരു നോട്ടമുണ്ട്, തന്നെ മീശ പിരിച്ച് പേടിപ്പിച്ച മനുഷ്യനോ നോക്കിക്കൊണ്ട് താൻ ആരടാ എന്നുള്ള രീതിയിൽ. കാരണം ഈ കുഞ്ഞിനറിയാം, അമ്മയുടെ ഒക്കത്ത് കയറിയിരുന്നാൽ പിന്നെ തന്നെ തൊടാൻ ഈ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. അമ്മ ഇത്രയും ബലഹീനതയാണ് നമുക്കറിയാം. ഒന്ന് തോണ്ടിയാൽ മതി, പലിച്ചും കെട്ടി വീഴും. പക്ഷെ കുഞ്ഞിൻ്റെ ബലം അത് അമ്മയുടെ കരുത്താണ്. എൻ്റെ അമ്മയുടെ ഒക്കത്ത ഞാനിരിക്കുന്നേ, ഇനി എന്നെ തൊടാൻ ഒരുത്തനും സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, അമ്മ നൽകുന്ന ബലത്തിൻ്റെ കരുത്തില്ലേ, അത് നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളെയും, അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ, പക്ഷേ അവരിലൂടെ കിട്ടിയ കരുത്ത ഓരോ മകൻ്റെയും മകളുടെയും ബലമെന്ന് അറിയുക. അതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാർക്കും ആദരവോടെ സ്നേഹത്തോടെ കൂപ്പുകരം. അമ്മയുടെ കരം പിടിച്ച് നടന്ന മക്കൾ, ക്രിസ്തു അവൻ കാൽവരിയിലെത്തി, അവിടെ നിന്നും സ്വർഗത്തിലേക്ക് അവൻ കയറിയെങ്കിൽ അവൻ അപ്രകാരം ഒരമ്മയെ ലഭിച്ചു എന്നുള്ളതാണ്. സ്വർഗം നോക്കി നടക്കുന്ന മക്കളായ നമുക്കുമുള്ള ബലം ഇങ്ങനെയൊരമ്മ ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥന തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്നൊരു കാര്യം, സ്നേഹിച്ചു കൊതി തീരാത്തൊരു ദൈവത്തിന് എങ്ങനെ സ്നേഹിക്കുന്നവരെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പ്രിയപ്പെട്ടവരെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല, പിന്നെ എങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റും? നമ്മുടെ ദൈവം അങ്ങനെ ഇട്ടിട്ട് പോയവനാണോ എന്നുള്ളതാണ് ഈ സ്വർഗാരോഹണ തിരുനാളിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം. അത് ഇട്ടിട്ട് പോയതല്ല, മറിച്ച് കൂടുതൽ സൗകര്യപ്രദമായ ഒരു വാസസ്ഥലം നമുക്കൊരുക്കാൻ വേണ്ടിയാണ്. വചനം 2 കാര്യങ്ങളാണ് വ്യക്തമായിട്ട് ഈ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നത്. ഒന്നാമതായിട്ട് പറയും, ഞാൻ പോകുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ, സ്ഥലം സജ്ജമാക്കാനാണ്. അതൊരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ അവൻ പോയത് എന്തിനാ? ഇട്ടിട്ട് പോയതല്ല, പിന്നീട് വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവൻ പോയതാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് സ്വർഗാരോഹണത്തെക്കുറിച്ച് അവൻ പറയണത് എന്താ? ഞാൻ പോകുന്നത് നല്ലതാ. കാരണം എന്താ? ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സഹായകനെ,
പരിശുദ്ധാത്മാവിനെ ഞാൻ തരും. കുറെ കൂടി ബലം നൽകാനായിട്ട്, നിങ്ങൾക്ക് തുണയായി, കരുത്തായി ഞാനിതാ ആത്മാവിൻ്റെ സമൃദ്ധി നൽകാൻ പോവുക. ഞാൻ ചെന്നിട്ട് വേണം അയക്കാനായിട്ട്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ വീടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ചിന്തിച്ച് നോക്കി. ഒത്തിരി സ്നേഹിക്കുന്ന ഒരപ്പൻ മക്കളുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് കുടുംബത്തിൽ നല്ലൊരവസ്ഥ ഉണ്ടാകണമെന്ന് കരുതി 3-4 വർഷത്തേക്കൊക്കെ വിദേശ രാജ്യത്ത് ജോലിക്കായിട്ട് പോകുന്നത് ഓർത്താൽ മതി. അപ്പൻ മക്കളെയും കുടുംബത്തെ ഇട്ടിട്ട് പോകുന്നത് അവരെ വേണ്ടാഞ്ഞിട്ടാണ് അല്ല, മറിച്ച് അവർക്ക് വേണ്ടി കൂടുതൽ സൗകര്യപ്രദമായ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയാ അപ്പൻ ഇട്ടിട്ട് പോയേക്കണേ. അല്ലാതെ സ്നേഹമില്ലാത്തത് കൊണ്ടോ ഈ മക്കളെ വേണ്ടാത്തത് കൊണ്ടോ അല്ല, മറിച്ച് അവർക്ക് വേണ്ടി, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ, അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ അവരെ കെട്ടിച്ചയക്കണമെങ്കിലൊക്കെ എന്ത് വേണം? അത്യാവശ്യം കാര്യവും പിടിപ്പൊക്കെ വേണം. അതിനു വേണ്ടി അപ്പൻ വിദേശത്ത് കഷ്ടപ്പെടാനായിട്ട് പോണേ, സ്ഥലം ഒരുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവ് പോയത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. അത് സ്നേഹിച്ച് കൊതി തീരാത്തത് കൊണ്ട് അവൻ ഇട്ടിട്ട് പോകാൻ പറ്റിയതല്ല, അവൻ ഇട്ടിട്ട് പോയിട്ടില്ല. വിദേശത്തായിരിക്കുന്ന അപ്പനും കൂടപ്പുറപ്പങ്ങളൊക്കെ നമ്മളെ സ്നേഹിച്ച് കൊതി തീർന്നത് കൊണ്ട് പോയതല്ല, സ്നേഹിച്ച് കൊതി തീരാത്തത് കൊണ്ട് ഇനിയും കുറേ കൂടി കൊടുക്കണം. അതിനെന്ത് വേണം? കുറേ കൂടി ഉണ്ടാക്കണം. അതിനു വേണ്ടി പോയിരിക്കുക. അത് കർത്താവ് പറഞ്ഞാൽ പോകണം എന്തിനാ? സ്ഥലം സജ്ജമാക്കാൻ പോയിരിക്കുക. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? സ്ഥലമില്ലാത്തതാ പലരുടെയും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം സജ്ജമാക്കാൻ പോകും. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ ഇത്തിരി സ്ഥലം, മണ്ണിൻ്റെ വലിപ്പമല്ലട്ടോ പറയണേ, എന്താ ചങ്കിൽ ഇടമെന്നുള്ളത് തന്നെയാണ്. ഇന്ന് സ്ഥലമില്ലാത്തത് എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലാണ്. ബാക്കി എല്ലായിടത്തും നമുക്ക് സ്ഥലമുണ്ട്, പക്ഷേ ഹൃദയത്തിൽ നമുക്ക് സ്ഥലമില്ലാത്ത ഒരു വല്ലാത്ത ഒരവസ്ഥയാണ്. ഊഷരഭൂമി പോലെയുള്ള അവസ്ഥയാണ്. പച്ചപ്പിൻ്റെ സമൃദ്ധിയൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് എന്താ? ചൂട് കൂടുന്നിടത്ത് മരുഭൂമി അനുഭവം, അവിടെ ആർക്കും പറ്റൂല. അതുകൊണ്ട് ഇത്തിരി തണുപ്പ് കിട്ടുന്ന സ്ഥലം, മരത്തണലുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കും. അതുപോലെയാണ് കർത്താവ് പറയണത്, നിൻ്റെ ഹൃദയത്തിൽ സ്ഥലം ഒരുക്കണം. അതാ ഈ സ്വർഗം എന്നൊക്കെ പറയണം. അതാ അങ്ങനെ ആകാശത്തിൻ്റെ വിഹായസിലുള്ളൊരിടമൊന്നും അല്ല മക്കളെ, മറിച്ച് നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ ദൈവത്തിനും നിൻ്റെ സഹോദരർക്കും കുടുംബത്തിനും മനുഷ്യനും ഇടമുണ്ടെങ്കിൽ സ്വർഗമെന്ന് പറയുന്നത് നിൻ്റെ ഹൃദയം തന്നെയാണ്. അതുകൊണ്ടാണ് ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ ചെന്നൊരനുഭവം, അവരുടെ പരിഗണനയും സ്നേഹവും കരുതലും ഒക്കെ കിട്ടുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു വീടാണോ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ ഞാൻ എന്നുള്ളതാണ് ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മോട് പറയുന്ന ഒന്നാമത്തെ കാര്യം. സ്ഥലം ഒരുക്കേണ്ടത് അത് ഹൃദയത്തിലാണ്. അതിനു വേണ്ട ഒരൊറ്റ കാര്യമുള്ള എന്താ? സ്നേഹം വേണം. സ്നേഹം ഉണ്ടെങ്കിൽ എത്ര പേർക്കും ഇടം കൊടുക്കാൻ പറ്റും, ഇല്ലേ? ഈ ഒരു ബെഞ്ചിൽ തന്നെ 4 പേരൊക്കെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ 5-6 പേരൊക്കെ ഇരിക്കണം. എന്തുകൊണ്ടാണ്? സ്നേഹമുള്ളത് കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സുള്ളതൊക്കെ കൊണ്ട്. അതില്ലെങ്കിൽ കാലൊക്കെ ഒന്നിങ്ങനെ വിടർത്തി വെക്കും, നീ ആരുടെ എൻ്റെ അടുത്തിരിക്കാൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇടം കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹം വേണം. സ്നേഹം ഉണ്ടെങ്കിൽ എത്ര പേർക്കും, ഇല്ലേ? ഇങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ സൂചിമേലും കിടക്കാമെന്ന് പറയും, ഇല്ലേ? സ്നേഹമില്ലെങ്കിൽ വലിയ മെത്തയിൽ കിടന്നാലും നമുക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളിടത്ത് ഇടമുണ്ടാകും, ഇടമുള്ളിടത്ത് എല്ലാവർക്കും വസിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സഹായകൻ. ഈ സഹായകൻ പുറത്തുനിന്ന് വന്നവനല്ല, നിങ്ങൾ തന്നെയാണ് സഹായകൻ. വിശക്കുന്നവൻ അപ്പമായിട്ട് മാറുമ്പോൾ, തളർന്നു പോയവന് നീട്ടിയ കരമായിട്ട് മാറുമ്പോൾ, അറിവില്ലാത്തവൻ അക്ഷരത്തിൻ്റെ വെളിച്ചമായിട്ട് മാറുമ്പോൾ, ജീവിതത്തിൽ ബലഹീനരായി പോയവർക്ക് തോളത്ത് കൈയിട്ടിട്ട് എൻ്റെ ചങ്ങാതി കൂടെ ഉണ്ടട്ട എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാ സഹായകൻ എന്നുള്ള കാര്യം മറന്നു പോകരുത്. പരിശുദ്ധാത്മാവ് വരുമെന്നും പറഞ്ഞ് മുകളിലേക്ക് നോക്കിയിരിക്കരുത്. നീ തന്നെയാ പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലം. അതുകൊണ്ട് തന്നെ സഹായകനെ ദൈവം അയക്കുമെന്ന് പറയുമ്പോൾ അയക്കപ്പെട്ട സഹായകൻ നമ്മൾ ഓരോരുത്തരും. അത് അറിയാതെ മനസ്സിലാക്കാതെ നമ്മളും കണ്ണും വീഴ്ച നിൽക്കണതാണ്. ഇപ്പോൾ വരും സഹായത്തിനെന്നും പറഞ്ഞ് വരാനായിട്ട് ആരുമില്ല. അയച്ചിരിക്കുന്ന സഹായകൻ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ,
കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ നമുക്കും സ്വർഗം നോക്കി നടക്കാം, അമ്മയുടെ കരം പിടിച്ചുകൊണ്ട്. അമ്മയുടെ കരം പിടിച്ച് നടക്കുന്ന മക്കൾക്കൊക്കെ ഇടം ഉറപ്പാ. കാരണം എല്ലാവർക്കും ഇടം കൊടുത്തിട്ട് അവസാനം മാത്രം ഉറങ്ങാൻ പോകുകയും എല്ലാവരും ഉണരുന്നതിന് മുമ്പ് ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്യുന്ന അമ്മയുടെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടെങ്കിൽ അമ്മയുടെ കരം പിടിച്ച് നടക്കുന്ന മക്കൾക്കും ഹൃദയത്തിൽ ഇടം ഉറപ്പാണ്. അമ്മയുടെ കരം പിടിച്ച് നടക്കുന്ന മക്കൾക്ക് സഹായം അമ്മയിൽ നിന്ന് വരും. അമ്മയോട് ചേർന്നിരിക്കുന്ന ഏവരും സഹായം നൽകുന്നവരായിട്ട് മാറും. അത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ സ്വർഗം എന്നുള്ളത് ആകാശത്തിൻ്റെ അനന്ത നീലിമയിൽ മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യമൊന്നുമല്ല. ഞാൻ വസിക്കുന്ന എൻ്റെ ഭവനം തന്നെ സ്വർഗമായിട്ട് മാറും.